ഇന്ന് നമുക്ക് നല്ല നാടൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. ഇത് മാങ്ങയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കാനും അതുപോലെ തന്നെ മാങ്ങയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 200 ml അളവിലാണ് കേട്ടോ ഞാനിവിടെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരട്ടെ. കടുകും പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. അതും മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 4 ബോൾ വെളുത്തുള്ളി, പിന്നെ 6-7 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി എടുക്കുക. 5 തണ്ട് കറിവേപ്പിലയും ഒരു 8-9 വലിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നിറയെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ എടുക്കുക. കടുക് വറുത്ത് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം. പിന്നെ നമുക്ക് കായപ്പൊടി എടുക്കണം. കായം 1 ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു പൊടിയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ മാങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ആ വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മാങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ മാങ്ങ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. അതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ആദ്യം മാങ്ങയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്